ചോദ്യം: ഭൂമികുലുക്കം, പ്രകൃതി ദുരന്തം തുടങ്ങിയവ വർദ്ധിച്ച കാലമാണല്ലോ ഇത്. ഇത് ലോകാവസാന ലക്ഷണമാണോ? ഉത്തരം: അതെ. മനുഷ്യന്റെ ആർത്തിയാണിതിന് കാരണം. ചോദ്യം: നിസ്സാര കാര്യത്തിന് ആളെ കൊല്ലുന്ന കാലമാണിത്. ഇത് ഹദീസിലുണ്ടോ? ഉത്തരം: കൊലപാതകം വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. നിയമങ്ങൾ എത്ര കടുത്തതായിട്ടും പീഡനം, കൊല, കലാപം എന്നിവ കൂടിയിട്ടേയുള്ളൂവെന്ന് ആർക്കാണറിയാത്തത്? ചോദ്യം: സമ്പത്ത് പെട്ടെന്ന് കുന്നുകൂടുന്നതോ? ഉത്തരം: അതും ഹദീസിലുണ്ട്. നാം അത് കാണുന്നു. റിയൽ എസ്റ്റേറ്റും മറ്റും മനുഷ്യനെ പെട്ടെന്ന് പണക്കാരനാക്കുന്നു. പിന്നെ ചതിയും വഞ്ചനയും അധിനിവേശവും. ചോദ്യം: സകാത്ത് വാങ്ങാൻ ആളെ കിട്ടാതെ സമ്പന്നർ വലയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടില്ലേ? ഉത്തരം: ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ചോദ്യം: എന്തുകൊണ്ടാണിത്? ഉത്തരം: അത് ഒരാൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ അയാൾ പറയും, ഇന്ന് എനിക്കിതിൻ്റെ ആവശ്യമില്ല. ചോദ്യം: മീർസ ഗുലാമിനെ പോലെയുള്ള കള്ളപ്രവാചകരെപ്പറ്റിയും പ്രവചനമുണ്ടോ? ഉത്തരം: 30ഓളം കള്ളപ്രവാചകർ രംഗത്ത് വരുമെന്നാണ് അവിടെ നരുളിയത്. ചോദ്യം: മുസ്ലിങ്ങൾ അമുസ്ലിം സംസ്കാരം, പ്രത്യേകിച്ച് പാശ്ചാത്യ സംസ്കാരം വാരിപ്പുണരുന്ന കാലമാണല്ലോ ഇത്. ഇത് ഹദീസിലുണ്ടോ? ഉത്തരം: ഉണ്ട്. മുഴത്തിന് മുഴമായും ചാണിന് ചാണായും നിങ്ങൾ അവരുടെ സംസ്കാരം പിൻപറ്റും എന്നാണ് നബിവചനം. ചോദ്യം: വ്യഭിചാരത്തിലും ഈ അനുകരണ ഭ്രമം കാണുമോ? ഉത്തരം: അവർ തൻ്റെ മാതാവിനെ ഭോഗിച്ചാൽ നിങ്ങളും അത് ചെയ്യും എന്നാണ് അവിടെ നരുളിയത്. ചോദ്യം: പരസ്യമായ ഇണചേരലോ? ഉത്തരം: അമുസ്ലിങ്ങൾ തൻ്റെ സ്ത്രീയെ പരസ്യമായി ഭോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങളും അത് ചെയ്യാൻ തുടങ്ങും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം: വലിയ വീടുകളുണ്ടാക്കി മത്സരിക്കുന്ന കാലമാണല്ലോ ഇത്. ഇതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഉത്തരം: ഉണ്ട്. കെട്ടിടങ്ങളുണ്ടാക്കി ജനങ്ങൾ മത്സരിക്കുന്ന കാലം വരാതെ ലോകം അവസാനിക്കുകയില്ല എന്നാണ് നബിവചനം. പള്ളികളുടെ മത്സരവും ഇപ്രകാരം തന്നെ. ചോദ്യം: മരണം ആഗ്രഹിക്കലിന് ലോകാവസാനവുമായി ബന്ധമുണ്ടോ? ഉത്തരം: ഉണ്ട്. ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോൾ ഈ ഖബറിൽ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആളുകൾ പറയുന്ന കാലം വരും. ചോദ്യം: എന്താണിതിന് കാരണം? ഉത്തരം: ദീനിയോ ദുന്യവിയോ ആയ ദുരിതങ്ങൾ കാരണം ജീവിതം മടുത്തിട്ട്